അസ്സലാമു വറഹ്മത്തുള്ളാ. ഇതാണ് കൂഫി സ്ക്രിപ്റ്റിൻ്റെ മറ്റൊരു രീതി. 8th സെഞ്ച്വറിയിൽ ഉപയോഗിച്ചിരുന്ന കൂഫി സ്ക്രിപ്റ്റ് ഇങ്ങനത്തെയാണ്. ഇതിന് ഇയർലി കൂഫി അല്ലെങ്കിൽ ഈസ്റ്റേൺ കൂഫി, ഓർണമെൻ്റൽ കൂഫി എന്നൊക്കെ പറയും. അപ്പോൾ മറ്റേ കൂഫി സ്ക്രിപ്റ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അറബി ഭാഷാ സ്ക്രിപ്റ്റുകൾ ഒരു കാലിഗ്രാഫി രൂപമാണ് കൂഫി സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഴയ നെബാറ്റി ലിപികൾ പരിഷ്കരിച്ചൊരു രൂപം കൂടിയാണ് കൂഫി സ്ക്രിപ്റ്റ്. അതിൻ്റെ ഒരു മറ്റുള്ള രീതികളാണ് ഇയർലി കൂഫി, ഈസ്റ്റേൺ കൂഫി, മോഡേൺ കൂഫി, ഫോളമെൻ്റൽ കൂഫി, ഓർണമെൻ്റൽ കൂഫി, നോട്ടഡ് കൂഫി. അതൊക്കെ ഞാൻ അടുത്ത് പറയാനുള്ളത് സുലുസ് സ്ക്രിപ്റ്റാണ്. അത് നമ്മൾ എഴുത്തിൽ അതിനെ തുലുത്തെന്നാണ് എഴുതണത്. പക്ഷേ അത് നമ്മൾ പ്രൊനൗൺസിയേഷൻ ചെയ്യുമ്പോഴത്തേക്കും സുലുസ് എന്നാണ് പറയണത്. ഇത് അറബി കാലിഗ്രാഫിയിൽ തന്നെ മൂന്നാമത്തെ ഒരു സ്ക്രിപ്റ്റാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ക്രിപ്റ്റ് കൂടിയാണ്. ഏറ്റവും കൂടുതൽ കർവ്സ്, ലൈൻസ് ആണിതിൽ വരുന്നത്. ഡെക്കറേഷൻ ചെയ്യാനും അതുപോലെ തന്നെ ഗ്രീറ്റിംഗ് കാർഡുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ലിപിയാണ്. ഹെഡിങ് ചെയ്യാനും യൂസ് ചെയ്യുന്നു. പള്ളി അലങ്കാരം പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്നു, ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. എന്നാലും പണ്ടാണിത് ഈ ലിപി കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. ഇപ്പോഴും ഉപയോഗിച്ച് വരുന്ന ഒരു ലിപി തന്നെയാണിത്. കിസ്വ എന്ന് പറഞ്ഞ രാജ്യമാണ്. അപ്പോൾ ആ കിസ്വയിൽ ത്രെഡിങ് വർക്കും ചെയ്തിരിക്കുന്നത് സുലുസ് സ്ക്രിപ്റ്റാണ്. അപ്പോൾ കിസ്വയിൽ ത്രെഡിങ് വർക്കും